നമ്മുടെ പൊതുവിടങ്ങൾ മാലിന്യം കൊണ്ട് നിറയുകയാണ്. പ്രധാന നിരത്തുകൾക്ക് സമീപത്ത് പോലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന മലയാളിയുടെ ശീലം ഇനിയും മാറിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമമൊക്കെ കർശനമാക്കി ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തി എന്നിട്ടും മാലിന്യം വലിച്ചെറിയുന്നതിന് ഒരു മാറ്റവുമില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വഴിയോരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന രീതിക്ക് ഇനിയും മാറ്റം വന്നിട്ടില്ല എന്നത് ലജ്ജാവഹമാണ്. ചെറുതും വലുതുമായ മാലിന്യക്കെട്ടുകൾ റോഡരികിലെ പതിവു കാഴ്ച. പലയിടത്തും മൂക്കുപൊത്താതെ നടക്കാനാകാത്ത സ്ഥിതി. ഈച്ചയാർക്കുന്ന പൊതുനിരത്തുകൾ. വ്യക്തികൾ മാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങളും ചാക്കുകണക്കിന് മാലിന്യം പൊതുവിടത്തിലേക്ക് വലിച്ചെറിയുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ സൗകര്യമില്ലാത്തത് മാത്രമാണോ ഇത്തരത്തിൽ മാലിന്യം തള്ളാൻ കാരണം? അതോ മലയാളിയുടെ അലസ മനോഭാവമോ? ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യവുമായി മാലിന്യമുക്ത കേരളത്തിനായി സർക്കാർ ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കി വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിക്കാൻ മിക്ക സ്ഥലങ്ങളിലും CCTV ക്യാമറയും മുന്നറിയിപ്പ് ബോർഡുകളുമുണ്ട്. സംസ്ഥാനതലം മുതൽ വാർഡ് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് ഒരു വശത്ത് നടക്കുന്നു. വീടുകളിൽ നിന്ന് ജൈവ അജൈവ മാലിന്യം ശേഖരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഹരിതകർമ്മസേനയും രംഗത്തുണ്ട്. ഈ വരുന്ന 30-ന് സമ്പൂർണ്ണ ശുചിത്വ കേരളം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പക്ഷേ മാലിന്യ ശേഖരണം ഫലപ്രദമായി എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു മനുഷ്യജീവൻ പൊലിയേണ്ടി വന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം നടന്നതെന്ന് ഓർക്കുക. എന്നിട്ടും മാലിന്യം വലിച്ചെറിയുന്ന രീതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളെ പഴിചാരുന്നതിനു പകരം സ്വന്തം മനോഭാവം മാറ്റാൻ കൂടി എല്ലാവരും തയ്യാറായാൽ മാലിന്യ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാം. സ്വന്തം ഉപയോഗശേഷമുള്ള മാലിന്യാവശിഷ്ടം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും വിധം പൊതുവിടത്തിൽ തള്ളുന്ന ഈ പ്രബുദ്ധതയാണ് മലയാളി മാറ്റേണ്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.